ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ശുഭ്മാൻ ഗിൽ സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ ആർക്ക്? BCCIക്ക്. ഇന്നലെ ആരോ മറ്റേ നമ്മുടെ കൂട്ടത്തിരുന്ന് നമ്മുടെ കമൻട്രി പറയത്തില്ല, ആരോ പറയുന്നത് കേട്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ പോലെയാണ് ശുഭ്മാൻ ഗില്ലിന്. ആർക്ക്? അവർക്ക്, നമുക്കല്ല അവർക്ക്. ഒരു കലണ്ടർ ഇയറിൽ 3 സെഞ്ചുറി അടിച്ച വേൾഡ് റെക്കോർഡ് ഇട്ട ഒരു താരം ടീമിന് പുറത്താണ്. ടീമിന് പുറത്തെന്ന് പറഞ്ഞാൽ സ്കോഡിലുണ്ട്, 11ലില്ല, കളിക്കുന്ന പ്ലെയിങ് 11ലില്ല. ആരാണ്? നമ്മുടെ സഞ്ജു സാംസൺ. സഞ്ജു സാംസനെ പുറത്തിരുത്തിയിട്ട് ആ ഒരു സ്ലോട്ടിൽ ഇപ്പോൾ കളിക്കുന്നത് BCCIയുടെ പോസ്റ്റർ ബോയ് ആയിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ശുഭ്മാൻ ഗില്ലാണ് കളിക്കുന്നത്. ആ ശുഭ്മാൻ ഗില്ലാകട്ടെ ഒരു വർഷത്തിൽ കൂടുതലായി ഒരു 50 റൺസ് അടിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. കഴിഞ്ഞ 14 ഇന്നിങ്സുകളിൽ വൻ പരാജയമായിരുന്നേ ഈ പറയുന്നത് ശുഭ്മാൻ ഗിൽ. സഞ്ജു സാംസൺ ആകട്ടെ കഴിഞ്ഞ 10 പുള്ളി കളിച്ച 10 ഇന്നിങ്സ്, ലാസ്റ്റ് 10 ഇന്നിങ്സിൽ 3 സെഞ്ചുറി, ഒരു 50, അതും ഏഷ്യാ കപ്പിൽ ഫൈനലിൽ വളരെ നിർണായകം വരെ. കാണുമ്പോൾ 24 റൺസേ ഉള്ളെന്ന് തോന്നും, പക്ഷേ ആ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. കാരണം ആ തിലക് വർമ്മയായിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്ന് ഇന്ത്യ തോറ്റേനെ. അത്രയും നിർണായകമായിട്ടുള്ള ഒരു ഇന്നിങ്സ് പോലും കളിച്ചിട്ട് നിൽക്കുന്ന സഞ്ജു സാംസനെ ഓസ്ട്രേലിയക്കെതിരെ ഒരു മാച്ചിൽ പരാജയപ്പെട്ടപ്പോഴത്തേക്കും എടുത്ത് കളഞ്ഞിട്ട് ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ജിതേഷ് ശർമ്മയ്ക്ക് ചാൻസ് കൊടുക്കണം, അതൊക്കെ. പക്ഷേ സഞ്ജുവിൻ്റെ യഥാർത്ഥ പൊസിഷനായിട്ടുള്ള ടോപ്പ് ഓർഡറിൽ കളിക്കുന്നത് ശുഭ്മാൻ ഗില്ലാണ്. അതോ T20 ലോകപാടായിട്ടുള്ള IPL പിന്നെയും തട്ടിയും മുട്ടിയൊക്കെ നല്ലതുപോലെ അല്ല, ടുക് ഇന്നിങ്സ് കളിക്കാറുണ്ട് ശുഭ്മാൻ ഗിൽ. ഒരു T20 ക്രിക്കറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പുള്ളിയുടെ ബാറ്റിംഗ് കണ്ടിരിക്കാൻ തോന്നത്തേ ഇല്ല. T20 വരുമ്പോഴത്തേക്ക് IPL ആണെങ്കിൽ പോലും പുള്ളിയുടെ ബാറ്റിംഗ് കണ്ടിരിക്കാൻ എനിക്ക് തോന്നാറില്ല. പുള്ളിയും ഈ സായി സുദർശനൊക്കെ ഒരേ രീതിയിലുള്ള ഒരു പ്ലെയേഴ്സാണ്. അവരുടെ ഒന്നും ഒരു T20 ഇന്നിങ്സ് കണ്ടിരിക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു പ്ലെയേഴ്സാണ്. ആ ആളെ പിടിച്ചിട്ട് T20 ക്രിക്കറ്റിൻ്റെ മേലെ കൊണ്ട് വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഫാൻസ് ട്രോളും, നല്ല രീതിയിൽ ട്രോളും. ഇന്നിപ്പം താറാവായിട്ട് കയറി പോയിട്ടുണ്ട്. എന്തരുടെ വേറെ ഏത് ടീമിലാണെങ്കിലും സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിൽ കാണും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് ഒരു അവസരം കിട്ടാത്തത്. ഇത്രയും പ്രഷറായിട്ട് പുള്ളിക്കറിയാം, സഞ്ജുവിനറിയാം കളിച്ചില്ലെങ്കിൽ ഔട്ട്, ടീമിൽ നിന്നെടുത്ത് കളയുമെന്നറിയാം. ഇപ്പം കളിച്ചിട്ട് പോലും പുള്ളിയുടെ അവസ്ഥ ഇതാണെങ്കിൽ കളിച്ചില്ലെങ്കിൽ ടീമിൽ നിന്നെടുത്ത് കളയുമെന്നറിയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെ പോലും പുള്ളിയെ അമാനുഷികമായിട്ടുള്ള പ്രകടനമാണ് കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും കൂടുതൽ T20 റൺസ് 2024 അടിച്ച് ഈ സിയറ്റ് ബെസ്റ്റ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് വരെ വാങ്ങിയ സഞ്ജു സാംസൺ ഇപ്പോൾ പുറത്താണ്. അതൊരു അമാനുഷിക പ്രകടനമെന്ന് ഞാൻ പറയും. കാരണം അത്രയും പ്രഷറിലായിരിക്കും പുള്ളി ആ ഒരു ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പ്ലെയറിനെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശുഭ്മാൻ ഗില്ലിനോ ഋഷഭ് പന്തിനോ നേരത്തെ കിട്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാക്കിങ് സഞ്ജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിക്കൊക്കെ ഉള്ള ആ ഒരു സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ സഞ്ജു ഈസി ആയിട്ട് നേടിയാണ്. ഈസി ആയിട്ട്. അത് BCCIക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പം പുള്ളിയെടുത്ത് പുറത്തിട്ടിരിക്കുന്നത്. തങ്ങളുടെ പുത്രന്മാർക്ക് മുകളിൽ സഞ്ജു പോകും എന്നുള്ള ഒരു ഭയം. ഭയം ഇരിക്കണം. വേറെന്ത് പറയാൻ? വിധിയടേ.